ഇന്ന് നമുക്ക് ചുട്ട കോഴി ഉണ്ടാക്കിയാലോ? നാട്ടിൽ നിന്ന് പുതിയൊരു ക്വാർട്ടർ ലൈഫിലോട്ട് പോകുമ്പോൾ ആദ്യം വിചാരിക്കുന്നത് നാട്ടിലെ ആരെങ്കിലും അവിടെ കിട്ടുമെന്നായിരിക്കും. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് 2-3 പേരെ കിട്ടി. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു ചുട്ട കോഴീനെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണുങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ ടേസ്റ്റ് കൂടുതൽ. അതുകൊണ്ട് അവർ തന്നെ എല്ലാം ചെയ്തോളാന്ന് പറഞ്ഞു, മസാലയും കാര്യങ്ങളും എല്ലാം. ഞങ്ങൾ നോക്കി നിന്നതേ ഉള്ളൂ. ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഫാനൊക്കെ വെച്ചിട്ടായിരുന്നു പ്രിപ്പറേഷൻ. അങ്ങനെ സെറ്റാക്കുവാണ് എല്ലാം. മസാലയൊക്കെ പിടിപ്പിച്ച് ഗ്രില്ല് ചെയ്യണ്ടേ, അതുകൊണ്ട് അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കുത്തി ടെറസിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. നാളെയൊന്നും ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ടെറസിൽ കൊണ്ടുപോയി അവർ തന്നെ എല്ലാം കമ്പിയും എവിടുന്നൊക്കെയോ എല്ലാം എടുത്തുകൊണ്ട് വന്നു കേട്ടോ. കട്ടയും അതും ഇതൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സന്തോഷത്തോടെ ചെയ്യുമ്പോഴൊരു സങ്കടമുണ്ട്. അവരുടെ പോസ്റ്റിംഗ് വന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ അവർ പോവും. അപ്പം അതിൻ്റെ ഒരു ഗെറ്റ് ടുഗദറാണ് ഞങ്ങളിപ്പം ക്വാർട്ടറിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിചാരിക്കുന്ന കണക്കല്ല, അത്യാവശ്യം നല്ല പാടുള്ള പണിയാണ്. ചൂടത്ത് നിന്ന് നമ്മൾ അത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം, എന്നാലേ കറക്റ്റായിട്ട് വേവത്തുള്ളൂ. നമുക്കാണെങ്കിൽ ഫെസിലിറ്റീസും കുറവാണല്ലോ. സക്സസ് ആവുമെന്ന് കരുതിയില്ല. കിട്ടിയ ഊട്ടി അല്ലെങ്കിൽ ചട്ടി, അതായിരുന്നു അവസ്ഥ. എന്തായാലും കറക്റ്റ് ടൈം ആയപ്പോഴത്തേനും ചിക്കനൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ലതായിട്ട് അകമൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നു. കുറച്ച് ടൈം എടുത്തു, ഒരു 2 hours മേലെ എടുത്തു. ബട്ട് ആ സമയം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മുടെ സാധനം താഴെ പ്ലേറ്റിൽ വന്നിട്ടുണ്ട്. ചേട്ടൻ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഭയങ്കര നല്ല, നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അൽഫാം ചിക്കൻ്റെ കണക്ക് തന്നെ വന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ, അടിപൊളിയായിരുന്നു. കേരള പൊറോട്ടയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ കഴിച്ചപ്പോഴത്തേനും എൻ്റെ പൊന്നേ, എത്ര നാളായി നമ്മുടെ നാട്ടിൽ അൽഫാം ഷവായൊക്കെ കഴിച്ചിട്ട്. അതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് കിട്ടി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഞങ്ങളെല്ലാവരും ചുട്ട ചിക്കനും പൊറോട്ടയൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ചു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.